ശക്തമായ മഴയാണ് തലസ്ഥാനത്ത്. പട്ടം PMG റോഡിലും മാനവീയ വീഥിയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വെള്ളയമ്പലം ആൽത്തറമൂട്ടിൽ ശക്തമായ കാറ്റിൽ റോഡിനു കുറുകെ മരച്ചില്ല ഒടിഞ്ഞു വീണു. ഫയർഫോഴ്സ് എത്തി മരച്ചില്ല മുറിച്ചുമാറ്റി. ദേവിക ചന്ദ്രൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ദേവിക, തലസ്ഥാനത്തെ സംബന്ധിച്ച് അടുത്ത 3 മണിക്കൂർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ പെയ്യുകയാണ്. പലയിടത്തും വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ആദ്യ മഴയിൽ തന്നെ വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ട് ജനജീവിതം ദുസ്സഹമാവുകയാണോ? തീർച്ചയായിട്ടും അഖില, തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് അനുഭവപ്പെട്ടത്. അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് തലസ്ഥാന നഗരിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 6 ജില്ലകളിലാണ്, വടക്കൻ കേരളത്തിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് വഞ്ചിയൂരിൽ നിന്ന് ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡിന് സമീപമാണ്. ഇവിടെ ശക്തമായിട്ടുള്ള മഴയിൽ ശക്തമായിട്ടുള്ള കാറ്റിൽ ഇത്തരത്തിൽ മരം കടപുഴകി വീണിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിന് സമീപവും ഇത്തരത്തിൽ മരം കടപുഴകി വീണിരുന്നു. വെള്ളയമ്പലം ജംഗ്ഷനിലും ബേക്കറി ജംഗ്ഷനിലും അടക്കം ഈ ശക്തമായിട്ടുള്ള കാറ്റിൽ മരം കടപുഴകി വീണിട്ടുണ്ട്. പക്ഷേ അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മരച്ചില്ലകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ശക്തമായിട്ടുള്ള തിരമാലകൾക്കും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അഖില.